ഹലോ. ഇല്ലിക്കക്കല്ലിലോട്ടൊരു യാത്ര പോയാലോ? നമ്മുടെ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏക ശിലയാണ് ഇല്ലിക്കക്കല്ല്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ? അപ്പം ഞാനും ഹസ്ബൻഡും കൂടാണ് ഇന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ മൂവാറ്റുപുഴ ടൗണിലൂടെയൊക്കെ ഇങ്ങനെ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പം ബൈക്കിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ചെറിയ ചെറിയ അതായത് നമ്മുടെ പോകുന്ന വഴിയിലൊക്കെ ഉള്ള ചില ശില്പങ്ങളൊക്കെയാണ് അത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊക്കെ ചെറുതായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് ചില പള്ളികളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നില്ല. അങ്ങനെ അതൊക്കെ ഇട്ടു. അങ്ങനെ ക്ഷീണിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഒരു ചായയൊക്കെ കുടിക്കാൻ ചെറിയൊരു സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എന്തുണ്ട്, ഞാനും ഹസ്ബൻഡും കൂടെ ഒരു അടിപൊളി കടയിലൊക്കെ കയറിട്ടോ. അപ്പോൾ അവിടുത്തെ ഇൻറ്റീരിയൽ വർക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്കൊരു വീഡിയോ എടുക്ക്. ഏട്ടൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഞാനതെൻ്റെ കഴിക്കുന്ന വീഡിയോസൊക്കെ ഹസ്ബൻഡ് എടുത്ത് തന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു പിസ്സയും ഒരു ചായയും കൂടെ കഴിച്ചിട്ടോ. എന്നിട്ട് അതൊക്കെ കഴിച്ചു. അതിൻ്റെ ഇൻറ്റീരിയൽ വർക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നല്ലതായിട്ട് എടുത്തിട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇല്ലിക്കക്കല്ലിലോട്ട് പിന്നെയും പോവാം. ഇവിടെ കൂടുതലും ഞാൻ കൈതച്ചക്കയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നീണ്ട കൈതച്ചക്കയൊക്കെ കണ്ടു. പൈനാപ്പിൾ കൃഷി കേട്ടോ. അങ്ങനെ നീണ്ട റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചെറിയ വീഡിയോസൊക്കെ എടുത്ത ഹസ്ബൻഡിനെ. അപ്പം ഈ ചെറിയ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആകാംക്ഷ കൂടി, ഈ സംഭവം എന്താ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പേര് ഇല്ലിക്കക്കല്ല് കാണാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നീണ്ടേ അങ്ങനെ ഞങ്ങൾ അവിടെ ഞാൻ ബൈക്കിലിരിക്കല്ലേ, അപ്പം എന്നാൽ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് തീണ്ടി വണ്ടി ഓടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒക്കെ വീഡിയോസൊക്കെ ഇട്ടു. ഏട്ടൻ ലൊക്കേഷനൊക്കെ അടിച്ചു വിട്ടു. അങ്ങനെ തീണ്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പിന് പ്ലാൻ ചെയ്യാമെന്ന് അടിപൊളി ലൊക്കേഷൻ കേട്ടോ. നല്ല മഴയും കൂടെ ആയിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും മഴ ഉണ്ടാവും, അത് എന്തായാലും മസ്റ്റ് കേട്ടോ. അപ്പം മഴയുടെ ഒരു സമയം കൂടെ ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേണ്ടേ ഏട്ടൻ വന്ന് നിൽക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അതിൻ്റെ ചെറിയ പാട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്ന് നിൽക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ അടിപൊളി വ്യൂ അവിടെ നിന്ന് നോക്കുമ്പോൾ, നല്ല ഒരു ചെറിയ കാറ്റും കൂടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണെങ്കിൽ നല്ല മഞ്ഞൊക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ട് പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ അരുവികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളെയൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതേണ്ടേ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കക്കല്ല് എത്തിയല്ലോ അവസാനം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ജീപ്പിലാണ് നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആരോടൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്മൾ ജീപ്പിലൊക്കെ കയറിട്ടോ. ജീപ്പിൽ കയറി അങ്ങനെ ഇല്ലിക്കക്കല്ല് ഏറ്റവും മുകളിലാണ്. അപ്പം ഒരാൾ ക്ഷീണിച്ചു, പകുതിയൊക്കെ നടന്നപ്പോൾ തന്നെ ആൾ ക്ഷീണിച്ച്. അപ്പോൾ കുറച്ച് കാഴ്ചയൊക്കെ ഇവിടെ നിന്ന് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടോ. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ, അടിപൊളി വ്യൂ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട എന്നാ ഭംഗിയാന്ന് നോക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. കണ്ട ഹസ്ബൻഡാണെങ്കിൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ലൊക്കെ കണ്ട് ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ തന്നെ അടിപൊളി മഴ കിട്ടിട്ടോ. അപ്പം മഴയായപ്പോൾ നമ്മുടെ വണ്ടിക്ക് നനഞ്ഞ് അങ്ങനെ ഞങ്ങൾ കയറി. പക്ഷേ ഞങ്ങൾ മഴക്കോട്ടൊക്കെ ആയിട്ട് വന്നിട്ടോ. കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചു, ഞാനൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങി കുടിച്ചു. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പാടായി. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. മഴയൊക്കെ നനഞ്ഞ് നല്ല വിശപ്പായി. ഞങ്ങളപ്പം
അൽഫാം മന്തി കഴിക്കാൻ കയറി. താങ്ക് യു.